നമ്മുടെ ബഹുമുഖ്യമന്ത്രിക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു വാർത്ത ഇന്ന് പുറത്തേക്ക് വന്നു. എല്ലാ വാർത്താ ചാനലുകളും അത് പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെന്തുകൊണ്ട് ഈ നമ്മുടെ ഈ UDF അറിഞ്ഞില്ല, കോൺഗ്രസ്സുകാർ ഇത് അറിഞ്ഞില്ല എന്നുള്ളത് മാത്രമാണ് അതിശയപ്പെടുത്തുന്ന ഒരു കാര്യം. 2023 ഫെബ്രുവരി 14 വിവേക് കിരൺ എന്ന് പറയുന്ന ആള്, അത് വേറെ ആരുമല്ല, നമ്മുടെ ബഹുമുഖ്യമന്ത്രിയുടെ പുത്രനാണ്. അദ്ദേഹത്തിന് EDയുടെ നോട്ടീസ് വന്നു. ഫെബ്രുവരി 14 2023 ഫെബ്രുവരി 14 ED ഓഫീസിൽ ഹാജരാകണം എന്ന് വന്നു. അങ്ങനെ ശിവശങ്കരനും വന്നു. ശിവശങ്കരൻ അറസ്റ്റിലായി. പക്ഷേ ഈ വിവേക് കിരൺ അവിടെ പോയതുമില്ല, അറസ്റ്റിലായതുമില്ല. പക്ഷേ വിവേക് കിരണിന് പകരമായിട്ട് നമ്മുടെ ബഹുമുഖ്യമന്ത്രി അവിടെ പല മറ്റ് ഈ കേന്ദ്രമന്ത്രിമാരുമായിട്ടും ഒക്കെ ചർച്ച നടത്തിയിട്ടുണ്ട്. ഏതാണ്ട് ഒരു രഹസ്യ ചർച്ചയുടെ രൂപത്തിലാണ്. കാരണം ബാക്കി പത്രക്കാരൊന്നും ഇല്ലാതെ മറ്റുദ്യോഗസ്ഥരൊന്നും ഇല്ലാതെയൊക്കെയുള്ള ചർച്ചകൾ നടത്തിയതായിട്ട് ഉള്ള വിവരം പുറത്തോട്ട് വന്നു. എന്തായാലും ശരി, ഇത് രമേശ് ചെന്നിത്തലയുടെ ഭാഷയെ പറഞ്ഞാൽ EVയുടെ സമൻസ് ആവിയായിപ്പോയി. ശരിയാണ്, എനിക്കും തോന്നുന്നത് അതാണ്. ED യഥാർത്ഥത്തിൽ ഈ നോട്ടീസ് സമൻസ് അയച്ചു. ED അയച്ച സമൻസിന് പോയില്ലെങ്കിൽ അവർക്കൊന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാം. അവർ ചെയ്തിട്ടില്ലല്ലോ. ഇതേ കേസിന്, അതായത് ലൈഫ് മിഷൻ്റെ ഫണ്ട് തിരിമറിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ശിവശങ്കരനെ അറസ്റ്റ് ചെയ്തത്. അതേ ഫണ്ട് തിരിമറിയുമായിട്ട് ബന്ധപ്പെട്ടാണ് വിവേക് കിരണിന് സമൻസ് അയച്ചത്. ഇനി വിവേക് കിരണിന് എന്തായി സംഭവം എന്ന് ചോദിച്ചാൽ എന്താണെന്നറിയോ? അതായത് ഇതിന് ഗൾഫിൽ വ്യാപകമായ പിരിവ് നടത്തി ലൈഫ് മിഷനൊക്കെ വേണ്ടി. ആ പിരിവ് ഒക്കെ ഇത് കോർഡിനേറ്റ് ചെയ്തത് മുഴുവൻ, അതിന് മേൽനോട്ടം വഹിച്ചതുമൊക്കെ വിവേക് കിരണാണ്. അങ്ങനെ ഒരു ന്യൂസ് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ശരി, ED അതിനാണ് ഈ സമൻസ് അയച്ചേക്കുന്നത്. പക്ഷേ EDക്ക് പിന്നെ ഈ സമൻസ് അയച്ച് മുഖ്യമന്ത്രിയുടെ മോനല്ലയോ, പോയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ആ രീതിയാണ്. ബാക്കി ഇവിടെ പാവങ്ങൾക്കല്ലേ ഉള്ളു പ്രശ്നമുള്ളത്, അതുപോലെ സിനിമാ താരങ്ങൾക്കൊക്കെ. വേറെ EDക്ക് വേറെ ആർക്കും എതിരെ, ഇങ്ങനെയുള്ള ആളുകൾക്കെതിരെ ഒന്നും EDക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് ഏതായാലും ED അത് അങ്ങ് ഒളിച്ചു വച്ചു. കാരണം സമൻസ് അയച്ചു, അത് ഞങ്ങൾ ആർക്കും സമൻസ് അയക്കും, വന്നാൽ വന്നു, വന്നില്ലേ വന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊക്കെ എന്തിനാണ് ഈ ആളുകളുടെ പുറകെ നടന്ന് വീണ്ടും വീണ്ടും സമൻസ് അയക്കുകയും അവരെ പിടിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്നത്? ഇതിപ്പോൾ നിങ്ങൾ ED എന്ന് പറയുന്ന ഈ സ്ഥാപനം ഇങ്ങനെ ആയൊക്കെ ഒരു നോട്ടീസ് അയക്കുന്നു, സമൻസ് അയക്കുന്നു. നോട്ടീസല്ല, സമൻസാണ്. അത് കൈപ്പറ്റി, പക്ഷെ വന്നില്ല. ഈ സമൻസ് ഇട്ടേക്കുന്ന അഡ്രസ്സും വളരെ കറക്റ്റായിട്ടോ. സൺ ഓഫ് ശ്രീ പിണറായി വിജയൻ, ക്ലിഫ് ഹൗസിൻ്റെ അഡ്രസ്സിലാണ് പോയേക്കുന്നത് കേട്ടോ. EDയുടെ സമൻസൊക്കെ കിട്ടി, പക്ഷേ പോയില്ല. മനസ്സില്ല പോകാൻ. എന്തോ ഈ ED ഞങ്ങളുടെ മുഖ്യമന്ത്രിയാണ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ മകനെതിരെ സമൻസ് കൊടുക്കാൻ നീയൊക്കെ ആരാ? സൗകര്യമില്ല വരാൻ. പോയില്ല. അതിന് EDക്കും പ്രശ്നമില്ല. പക്ഷേ ഇതെങ്ങനെ ഒതുക്കിയെടുത്തു എന്നുള്ളത് മുഖ്യമന്ത്രിക്ക് മാത്രമേ അറിയാവുള്ളൂ, വേറെ ആർക്കും അറിയാൻ വയ്യ ഇതെങ്ങനെ ഇതിൽ നിന്ന് ഊരിയെന്നുള്ളത്. ഏതായാലും ശിവശങ്കരൻ മാത്രം അകത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ സ്വപ്ന സുരേഷ് കുറച്ചാൾ മുമ്പ് പറയുന്നുണ്ടായിരുന്നു. ഈ സമൻസിൻ്റെ കാര്യം സ്വപ്ന സുരേഷ് പറഞ്ഞില്ല. പക്ഷേ അല്ലാതെ ബാക്കി ഈ പണപ്പിരിവിൻ്റെ കാര്യങ്ങളും വിവേക് കിരണിൻ്റെ ഇടപാടുകളെക്കുറിച്ചുമൊക്കെ സ്വപ്ന സുരേഷ് പറഞ്ഞു. അത് സ്വപ്ന പറഞ്ഞത് നമ്മുടെ ബഹുമുഖ്യമന്ത്രിയോടുള്ള വിരോധം കൊണ്ടാണെന്നൊക്കെ ഞാനും കരുതി. പക്ഷേ ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് എനിക്കറിയില്ലായിരുന്നു. ഏതായാലും ഈ സമൻസ് ഉണ്ടല്ലോ, ഇപ്പോൾ ചെന്നിത്തല പറഞ്ഞ മാതിരി ആവിയായിപ്പോയി. എന്തിന് സമൻസ് അയച്ചെന്നോ, അല്ലെങ്കിൽ സമൻസ് അയച്ചാൽ പോയില്ലെന്നുള്ളത് അറിയാം, എല്ലാവർക്കും അറിയാം, പോയിട്ടില്ല. പക്ഷേ സമൻസ് ഇപ്പോൾ ഇല്ല, അതിൻ്റെ പുറകെയുള്ള നടപടിക്രമങ്ങളൊന്നുമില്ല. ED എന്തോ ചെയ്യുന്നു? EDയുടെ വിശ്വാസ്യത ഇപ്പോൾ എന്തെങ്കിലും ഇതിനകത്ത് നമുക്ക് നോക്കിയെടുക്കാൻ പറ്റുമോ? ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. നമ്മുടെ മുഖ്യമന്ത്രി, നമ്മുടെ സജി ചെറിയാൻ മന്ത്രി ഉണ്ടല്ലോ, മന്ത്രിയും കുറച്ച് പിണിയാളുകളുമായിട്ട് ഒരു 6 ഗൾഫ് രാജ്യങ്ങൾ, GCC കൺട്രീസ് സന്ദർശിക്കാൻ ഒരു ശ്രമം നടത്തി കേട്ടോ. അതിന് ഡേറ്റും ഒക്കെ അങ്ങ് തീരുമാനിച്ചു. അതായത് സൗദി അറേബ്യയിലാണെങ്കിൽ ദമാമിൽ പോകുന്നുണ്ട്. അത് ഓരോ രാജ്യങ്ങളായിട്ടാണ് ഓരോരുത്തർ പറഞ്ഞിരിക്കുന്നത്, അത് തെറ്റായിട്ടോ. സൗദിയിലെ സ്ഥലങ്ങളാണത്. സൗദിയിൽ ദമാം, അതുപോലെ ജിദ്ദ,
ജദ്ദ, ജിദ്ദ എന്ന് പറയും, ജദ്ദ എന്ന് പറയും, യഥാർത്ഥത്തിൽ ജദ്ദ എന്നാണ്. ജദ്ദ, അതേപോലെ തന്നെ റിയാദ്. അവിടുത്തെ ഏറ്റവും പ്രാധാന്യമുള്ള 3 നഗരങ്ങളാണ് ഈ പറഞ്ഞത്. അവിടെ ഈ 3 സന്ദർശനം നടത്താനായിട്ട് പോയി. കാരണം പ്രവാസികളുടെ ക്ഷേമത്തിന് വേണ്ടി പോകുന്നതാണ് കേട്ടോ. ഇനി അടുത്തത്, ഇത് കൂടാതെ സൗദി അത് കഴിഞ്ഞു. ഈ ദുബായിലെ കാര്യം ഇട്ടില്ല കേട്ടോ, അബുദാബി ഇട്ടിട്ടുണ്ട്. പക്ഷേ അബുദാബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UAE തലസ്ഥാനമാണ്. അതുകൊണ്ട് അവിടെ ദുബായും എല്ലാം പെടും. അതുകൊണ്ട് അത് ദുബായ് പോകാതിരിക്കത്തില്ല അദ്ദേഹം, ഉറപ്പാണ്, പോവും. ഏത് വഴി പോയാലും ദുബായിൽ വന്ന് അവിടെ കുറച്ച് ദിവസം താമസിച്ചിട്ടല്ലാതെ നമ്മുടെ മുഖ്യമന്ത്രി പോകാറില്ല. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഇനി പുറകെ വരും, എന്നെങ്കിലും ഇത് വിളിച്ചത് വരും. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അടുത്തത് മസ്കറ്റ്. മസ്കറ്റ് എന്ന് പറയുന്നത് ഒമാനാണ്. അത് ചിലരും ഒമാനും മസ്കറ്റും എന്ന് എഴുതിയിട്ടുണ്ട്. ഒമാൻ്റെ തലസ്ഥാനമാണ് മസ്കറ്റ്. അവിടെ പോകുന്നുണ്ട്. ഞാനിവിടെ എല്ലാം പോകുന്നതാണ്, സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. അതുകൊണ്ട് എനിക്കിതൊക്കെ അറിയാം. മസ്കറ്റ് ഇനി അവിടെ പോകുന്നുണ്ട്. അതായത് ഒമാൻ്റെ തലസ്ഥാനമായ മസ്കറ്റ് സന്ദർശിക്കുന്നു. അവിടെ ഉണ്ട്. അവിടെ പ്രവാസികളുടെ ക്ഷേമത്തെക്കുറിച്ച് വളരെ വലിയ കാഴ്ചപ്പാടുള്ള ആളാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ഇനി അതുകൂടാതെ വേറെ ഇവിടെ ഇല്ല, ബാക്കി ഉണ്ട്. ബഹ്റിനുണ്ട്. ബഹ്റിനിൽ പോവും, നിർബന്ധമായിട്ടും ബഹ്റിനിൽ പോവും. അപ്പോൾ പിന്നെ ഈ കുവൈറ്റ് കേട്ടോ. അപ്പോൾ സൗദി, UAE, ഒമാൻ, ബഹ്റിൻ, കുവൈറ്റ്, ഖത്തർ, ഇത്ര രാജ്യങ്ങളേ ഉള്ളൂ. എല്ലാ രാജ്യങ്ങളുമായി ഇതിനകത്ത്. ഗൾഫിലെ, അതായത് GCC കൺട്രീസിലെ മിക്കവാറുമൊക്കെ എല്ലാ രാജ്യങ്ങളും ആയി. ഇവിടെ എല്ലാം പോവും. എന്തിനാ പ്രവാസികളുടെ ക്ഷേമം. സംഭവം അതൊന്നുമല്ല കാര്യം. അത് കേന്ദ്ര ഗവൺമെൻറ് നേരെ ഇടപെട്ടിട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇതിൻ്റെ അനുമതി അങ്ങ് നിഷേധിച്ചു. ഇതൊക്കെ പോകുന്നത് ആരുടെയൊക്കെ ആരുടെ ചിലവിലാണ്? കേന്ദ്ര ഗവൺമെൻറ് ചിലവിലല്ല, അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് ചിലവല്ലത് വരുന്നേ എന്ന് വെച്ചാൽ സംസ്ഥാന ഗവൺമെൻറ് ചിലവെന്ന് പറയും. ഈ പാവപ്പെട്ട എന്നെയും നിങ്ങളെയും പോലുള്ള നികുതിദായകരുടെ പണം എടുത്തുകൊണ്ടാണ് ഈ പോകുന്നത് പുട്ടടിക്കാനായിട്ട്. അത് മാത്രമല്ല, പോകുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഇത് കേന്ദ്ര ഗവൺമെൻറ് ഇത് തടയാനും ശ്രമിച്ചതെന്ന് അറിയാവോ? ഇലക്ഷനൊക്കെ വരാൻ പോവല്ലേ. അപ്പോൾ ഈ ഫണ്ട് കളക്ഷനൊക്കെ ഉണ്ട്. അത് ഏറ്റവും കൂടുതൽ ഫണ്ട് കളക്ട് ചെയ്യുന്ന ഗൾഫിൽ നിന്നാണ്. ഇവരെന്നല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പോവും ഇതിനൊക്കെ. അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല, ഇവരെല്ലാം പോവും. ഇവർ ചാക്കുമായിട്ട് പോവും. പോകുന്ന എന്താണെന്നറിയാം, ഇവിടെ നിന്നെല്ലാം പണം വാരിക്കൊണ്ടുവരാൻ. അതിന് സർക്കാർ ചിലവ്, അതായത് നമ്മുടെ ചിലവിൽ പോയി പണം വരാൻ പോകും. മറ്റവരൊക്കെ അവരെ പാർട്ടി ചിലവിലോ സ്വന്തം ചിലവിലോ ഒക്കെ പോകും പിരിക്കാനായിട്ട്. എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഇന്ന നേതാക്കൾ, എത്ര നേതാക്കളുടെ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്നറിയോ? ഞാനത് വെളിവാക്കുന്നില്ല. അത്യാവശ്യം ഉണ്ടെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ വെളിവാക്കാം. അത് പല നേതാക്കളും അവിടെ ചെല്ലും. ഇന്നാരും വന്നിട്ടുണ്ട്, അത് പുള്ളി ഫണ്ട് പിരിക്കാൻ വന്നേ. എന്നിട്ട് ഫണ്ടൊക്കെ കൊടുത്തോ? ഞാൻ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഒരാൾ പറഞ്ഞ് അയാൾ 1 ലക്ഷം ദർഹം കൊടുത്ത ആളുണ്ട്, അയാൾ കൊടുത്തു. 1 ലക്ഷം ദർഹം എന്ന് പറഞ്ഞാൽ രൂപ എത്രയെന്നറിയോ? നമ്മുടെ ഇന്നത്തെ കണക്കനുസരിച്ച് 24 ലക്ഷം രൂപയാണ്. ആ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ അതും ബാക്കി. ഇപ്പോൾ ഒമാനിലാണെങ്കിൽ ഒമാൻ റിയാലിന് വലിയ വിലയാണ്. നമ്മുടെ ഇതൊന്നുമല്ല, ഒമാൻ റിയാലിന് ഭയങ്കര വിലയാണ്. അതുപോലെ ബഹ്റിനിൽ അതിനും വളരെ വലിയ വിലയാണ്. കുവൈറ്റിലും വളരെ വില കൂടുതലാണ്. ഇത് ഈ രീതിയിലുള്ള ഒരു സന്ദർശനമാണ് പോയിരുന്നത്. ഇലക്ഷൻ അനുബന്ധമായിട്ട് ഇവർക്ക് പോയേ പറ്റൂ. ആ സമയത്ത് പ്രവാസികളെ കണ്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. പ്രവാസി സഹോദരങ്ങളെ സ്നേഹിക്കണം. അതിനുവേണ്ടി പോകാനിരുന്നാൽ എന്തായാലും അതങ്ങ് തടഞ്ഞു. ഇനി അതോടൊപ്പമാണ് ഞാനിത് പറയുന്ന ഇ ഡിയുടെ ഈ നടപടി എന്ന് പറയുന്നത് വളരെ സംശയാസ്പദമാണ്. ഒരു അൺഹോളി അലയൻസ് ബിറ്റ്വീൻ BJP ആൻഡ് CPM. അതായത് ഇവിടെ CPM, ബാക്കി ഇടതുപക്ഷത്തിൽ മറ്റ് പാർട്ടികളെ ഒന്നും ഞാൻ പറയുന്നില്ല, മറ്റ് ഡൂക്കിലി പാർട്ടികളെയൊക്കെ ഞാൻ കളയാതിന്ന്. ബാക്കി CPM-ഉം BJP-യും തമ്മിലുള്ള അൺഹോളി അലയൻസ് ഇതിൻ്റെ പിന്നിലില്ലേ എന്ന് സംശയിക്കാൻ പോയാൽ അതിനെന്തെങ്കിലും പറയാൻ പറ്റുമോ? അതാണ് ഇവിടെ നടന്നേക്കുന്നത്. അതാണ് ഇ ഡിയുടെ മൗനം, അതാണ് CPM-ൻ്റെ മൗനം. ഇത് വാതുറന്ന് പറയേണ്ടത്, ഇത് ക്ലിയർ ചെയ്യേണ്ടത് ഇ ഡിയും അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. വാതുറക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. കാരണം മൗനം വിദ്വാനും ഭൂഷണം. ആയിക്കോട്ടെ, സഹിച്ചോളൂ എല്ലാവരും.